എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ രക്തം പുരണ്ട റോസാപ്പൂക്കൾ എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയ ആ വലിയ രഹസ്യത്തിന്റെ ചുരുളുകൾ ഇന്ന് അഴിയുകയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അധ്യായം 6. നിശബ്ദമായ വിപ്ലവം. സഞ്ജയുടെ ചതി ആര്യന്റെ ആത്മാവിൽ ഏൽപ്പിച്ച മുറിവ് വെടിയുണ്ടകളേക്കാൾ ആഴമുള്ളതായിരുന്നു. തന്റെ നിഴലായി കൂടെ നടന്നവൻ, തന്റെ ചോരയെന്ന് താൻ വിശ്വസിച്ചവൻ തന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു എന്ന തിരിച്ചറിവ് അവനെ തകർത്തു കളഞ്ഞു. ആ രാത്രിക്ക് ശേഷം ആര്യൻ ആ ബംഗ്ലാവിനുള്ളിൽ ഒരു തടവുകാരനെ പോലെ കഴിഞ്ഞു. പുറത്ത് തന്റെ സാമ്രാജ്യം ഇളകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അവന്റെ മനസ്സ് മറ്റൊരു പോരാട്ടത്തിലായിരുന്നു. ബംഗ്ലാവിന്റെ വിജനമായ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ തന്റെ ഓരോ ചുവടുവെപ്പിലും പഴയ ചോരയുടെ മണം ഉയരുന്നതായി അവന് തോന്നി. ആര്യൻ തന്റെ തോക്കുകൾ അലക്ഷ്യമായി മേശപ്പുറത്ത് എറിഞ്ഞു. അവനോട് സംസാരിക്കാൻ പോലും അവന്റെ അനുയായികൾ ഭയപ്പെട്ടിരുന്ന ആ സമയം മീര മാത്രം അവന്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. ആര്യൻ, നിങ്ങൾ എന്തിനാണ് ഈ ഇരുട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്? മീര ജനാലയ്ക്കൽ വിരിച്ചിരുന്ന കറുത്ത തിരശീലകൾ വശത്തേക്ക് നീക്കി. മുറിയിലേക്ക് പ്രകാശം ഇരച്ചു കയറി. ഈ വെളിച്ചം എനിക്കുള്ളതല്ല മീര. ഇരുട്ടിലാണ് എന്റെ ജീവിതം തുടങ്ങിയത്, അതിൽ തന്നെ അത് അവസാനിക്കുകയും ചെയ്യും, ആര്യൻ ഗൗരവത്തോടെ പറഞ്ഞു. മീര അവന്റെ അടുത്തെത്തി അവന്റെ പരുക്കൻ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. അല്ല ആര്യൻ, ഇരുട്ട് നിങ്ങൾ തെരഞ്ഞെടുത്തതാണ്. ഈ ആയുധങ്ങളും അധികാരവും ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ലോകമുണ്ട്. എനിക്ക് വേണ്ടത് അധോലോകത്തിന്റെ രാജാവിനെയല്ല. എനിക്ക് വേണ്ടത് ആ പഴയ ചേരിയിലെ അനാഥനായ സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന ആര്യനെയാണ്. ആര്യൻ ഒരു നിമിഷം നിശബ്ദനായി. മീരയുടെ വാക്കുകൾ അവന്റെ ഉള്ളിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു. ആയുധങ്ങൾ കൊണ്ട് നേടാൻ കഴിയാത്ത ഒന്ന് സ്നേഹം കൊണ്ട് അവൾ നേടുകയായിരുന്നു. ആ നിമിഷം ആര്യൻ ഒരു തീരുമാനമെടുത്തു. തന്റെ സാമ്രാജ്യം പതുക്കെ പിരിച്ചുവിടാനും നിയമവിരുദ്ധമായ എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കാനും അവൻ ഉത്തരവിട്ടു. ഇതൊരു നിശബ്ദമായ വിപ്ലവമായിരുന്നു. ആര്യൻ എന്ന ഗ്യാങ്സ്റ്ററെ, ആര്യൻ എന്ന മനുഷ്യൻ കീഴടക്കുന്ന വിപ്ലവം. അടുത്ത കുറച്ചു ദിവസങ്ങൾ കൊച്ചി നഗരം വിസ്മയത്തോടെയാണ് നോക്കിക്കണ്ടത്. ആര്യന്റെ വാഹനവ്യൂഹങ്ങൾ തെരുവുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. അവൻ മീരയോടൊപ്പം സാധാരണക്കാരെ പോലെ നഗരത്തിലെ പാർക്കുകളിലും ചെറിയ ഹോട്ടലുകളിലും സമയം ചെലവഴിച്ചു. ആദ്യമായി അവൻ തന്റെ കൈത്തോക്ക് വീട്ടിൽ വെച്ച് പുറത്തിറങ്ങി. നോക്കൂ ആര്യൻ, ഈ ജീവിതത്തിന് എത്ര ഭംഗിയുണ്ടെന്ന് കടൽ തീരത്തെ മണൽത്തിട്ടയിൽ ഇരുന്നുകൊണ്ട് മീര പറഞ്ഞു. ആര്യൻ കടലിലേക്ക് നോക്കി. പക്ഷെ മീര, ഈ കടൽ ശാന്തമാണെന്ന് കരുതരുത്. അടിത്തട്ടിൽ ഇപ്പോഴും നീക്കങ്ങളുണ്ട്. ഞാൻ ആയുധം വെച്ചുവെന്ന് കരുതി എന്റെ ശത്രുക്കൾ മാറില്ല. അവർ എന്നേക്കാൾ വലിയ ക്രൂരന്മാരായി മാറും. ആര്യന്റെ ആ ആശങ്ക സത്യമായിരുന്നു. അവൻ ശാന്തനായതോടെ നഗരത്തിലെ മറ്റ് ഗാങ്സ്റ്റർമാർ തലപൊക്കി തുടങ്ങി. സഞ്ജയ് ഷെരീഫിനോടൊപ്പം ചേർന്ന് ആര്യന്റെ ഒഴിഞ്ഞുകിടക്കുന്ന താവളങ്ങൾ ഓരോന്നായി പിടിച്ചെടുത്തു. ആര്യന്റെ പഴയ വിശ്വസ്തരായ പലരും കൊല്ലപ്പെട്ടു. പക്ഷേ ആര്യൻ പ്രതികരിച്ചില്ല. മീരയ്ക്ക് നൽകിയ വാക്ക് അവനെ തളച്ചിട്ടു. മാറ്റത്തിനായുള്ള ആര്യന്റെ ശ്രമം ഒരു പരീക്ഷയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു സംഘം ഗുണ്ടകൾ അവരുടെ വഴി തടഞ്ഞു. അവർ ഷെരീഫിന്റെ ആളുകളായിരുന്നു. ആര്യന്റെ കയ്യിൽ തോക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. എന്താ ആര്യൻ ഭായ്, ഇപ്പോൾ കയ്യിൽ തോക്കിനു പകരം വളയാണോ? അവർ പരിഹാസത്തോടെ ചിരിച്ചു. ആര്യന്റെ കണ്ണുകൾ കത്തുന്നുണ്ടായിരുന്നു. അവന്റെ മുഷ്ടികൾ ചുരുട്ടി. പക്ഷെ മീരയുടെ വിറയ്ക്കുന്ന കൈകൾ കണ്ടപ്പോൾ അവൻ സ്വയം നിയന്ത്രിച്ചു. അവൻ തല താഴ്ത്തി അവരെ കടന്നുപോയി. അതൊരു വലിയ തോൽവിയായിരുന്നു. ആര്യൻ എന്ന സിംഹത്തിന്റെ അഭിമാനത്തിന് ഏറ്റ വലിയ മുറിവ്. ഹോസ്റ്റലിൽ എത്തിയപ്പോൾ മീര കരഞ്ഞു. ക്ഷമിക്കണം ആര്യൻ, എനിക്ക് വേണ്ടിയാണ് നിങ്ങളിത് സഹിച്ചത്. അല്ല മീര, ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ എനിക്കറിയാം ഈ നിശബ്ദത അധികകാലം നീണ്ടു നിൽക്കില്ലെന്ന്. അധോലോകം ഒരു ചതുപ്പാണ് മീര. അതിൽ നിന്ന് ഒരിക്കൽ കയറിയവർക്ക് സമാധാനത്തോടെ പുറത്തിറങ്ങാൻ കഴിയില്ല, ആര്യൻ വേദനയോടെ മന്ത്രിച്ചു. ആ രാത്രി ആര്യന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ സന്ദേശം വന്നു. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹായിയെ സഞ്ജയ് ക്രൂരമായി കൊല്ലുന്ന ദൃശ്യമായിരുന്നു അത്. ആര്യൻ, നീ ആയുധം വെച്ചാൽ നിന്റെ കൂടെയുള്ളവർ ഇല്ലാതാകും. മര്യാദയ്ക്ക് തിരിച്ചു വരൂ, അല്ലെങ്കിൽ നിന്റെ ഈ പ്രണയത്തെ ഞങ്ങൾ ശവപ്പറമ്പിലേക്ക് മാറ്റും. സഞ്ജയുടെ ശബ്ദം പരിഹാസത്തോടെ മുഴങ്ങി. ആര്യൻ തന്റെ അലമാര തുറന്നു. അവിടെ ഇരുന്ന ആ കറുത്ത പിസ്റ്റൾ അവൻ കയ്യിലെടുത്തു. അവന്റെ കൈകൾ വിറച്ചില്ല. മീര ആ കാഴ്ച കണ്ടു തകർന്നുപോയി. ആര്യൻ, വേണ്ട, നിങ്ങൾ മാറുമെന്ന് എനിക്ക് വാക്ക് നൽകിയതല്ലേ? ആര്യൻ അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ പഴയ ആ തണുത്ത ഭാവം തിരിച്ചു വന്നിരുന്നു. ഞാൻ മാറാൻ ശ്രമിച്ചു മീര, പക്ഷേ എന്റെ ഭൂതകാലം നിന്നെപ്പോലും വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോൾ നിശബ്ദനായിരിക്കാൻ എനിക്ക് കഴിയില്ല. സ്നേഹം എന്നെ ഒരു മനുഷ്യനാക്കി, പക്ഷേ ആ സ്നേഹത്തെ സംരക്ഷിക്കാൻ എനിക്ക് വീണ്ടും ഒരു ഗ്യാങ്സ്റ്റർ ആകേണ്ടി വരും. ആര്യൻ പതുക്കെ മുറിക്ക് പുറത്തേക്ക് നടന്നു. നിശബ്ദമായ ആ വിപ്ലവം അവസാനിച്ചിരുന്നു. പ്രണയത്തിന്റെ പൂമ്പാറ്റകൾക്ക് പകരം യുദ്ധത്തിന്റെ കഴുകന്മാർ വീണ്ടും ആകാശത്ത് ചിറകടിച്ചു തുടങ്ങി.
മീരയുടെ സ്നേഹം ആര്യനെ മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ലോകം അവനെ ഒരു വേട്ടക്കാരനായി തന്നെ തുടരാൻ നിർബന്ധിക്കുന്നു. തന്റെ ആളുകളുടെ ചോര കണ്ടപ്പോൾ ആര്യന്റെ സമാധാനം അവസാനിച്ചു. ഇനി വരാനിരിക്കുന്നത് കൊച്ചി നഗരം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പോരാട്ടമാണ്. ആര്യൻ തന്റെ സിംഹാസനം തിരിച്ചുപിടിക്കുമോ? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.